10-15 വർഷമായിട്ട് പിട്ടാപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. ഞാൻ പലപ്പോഴും പിട്ടാപ്പള്ളിയിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. 36 വർഷം ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ സെയിം ആൾക്കാരെ തന്നെ വീണ്ടും റീസെയിൽ നടത്തി എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ബിജോയ് ജോസ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞങ്ങളിവിടെ കളമശ്ശേരിയിൽ താമസിക്കുന്നു. ആദ്യത്തെ പർച്ചേസ് ആലോചിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഫാദർ പർച്ചേസ് ചെയ്തതായിരിക്കുള്ളൂ. അപ്പം ഒരുപക്ഷെ ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്നേ ഇല്ല. ആ സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു TV പർച്ചേസ് ചെയ്യണമെങ്കിൽ എവിടെ പോകണം എന്നുള്ള ഒരു കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ പിട്ടാപ്പള്ളിയിൽ പോകാനായിട്ട് സജസ്റ്റ് ചെയ്യും. ഫാദറും മദറും അച്ഛനും അമ്മയും പോയാണ് പർച്ചേസ് നടത്തിയത്. നമ്മൾ ഇപ്പം ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻസ് കുറവുണ്ട്. പിന്നീട് പുതിയതായിട്ട് വരുന്ന മോഡൽ എന്താണെന്നുള്ളതിനെ പറ്റി അതിൽ ഒരു കമ്പാരിസൺ നടത്താനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഒരു ഓൺലൈൻ പർച്ചേസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം റിലയബിൾ ആയിരിക്കും, എത്ര ആഫ്റ്റർ സർവീസ് ഉണ്ടാവും, അത് ആരെ ഫോൺ വിളിക്കും എന്നുള്ള കുറേ കസ്റ്റമർ കെയറിൽ ലോങ് വെയിറ്റിംഗ് ടൈം, അത്തരം പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് നെയ്ബർഹുഡ് ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ പോകണതാണ് ഈസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റാദർ ദാൻ ഒരു കസ്റ്റമർ കെയർ വിളിക്കുന്നതിന് പകരം നമുക്കൊരാളെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജർ പോലെ ഒരാളെ അസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു സൗകര്യമുണ്ട്. അതിപ്പോൾ ഞാനാണേലും വൈഫാണേലോ പാരൻസ് ആണേലോ ആരാണേലും വിളിച്ചു കഴിഞ്ഞാൽ ഇതേ ആൾ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയും അതിൻ്റെ സർവീസ് ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ഈവൺ അവർ പർച്ചേസ് ചെയ്യാതിരുന്ന കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ഒരു TV മാറ്റി വെക്കണമെങ്കിലോ അങ്ങനെയുള്ള വളരെ മൈനർ കാര്യങ്ങളിൽ പോലും നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് തരാറുണ്ട്. ആ ഒരു സർവീസ് കാരണമാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണത്. ഒരു ലോങ്ങർ പർച്ചേസ് കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് വീട് മാറിയതായിരിക്കാം പ്രോബ്ലി എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ അത് ഒരു ബിഗ്ഗർ പർച്ചേസാണ്. മിക്സി മുതൽ TV വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിലെ പ്രോപ്പർ അഡ്വൈസും, ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം, അത് ചൂസ് ചെയ്തുള്ള ബെനിഫിറ്റ്സ്, ആരുടെയാണ് കുറച്ചുകൂടി ബെറ്റർ വാറണ്ടിയും സർവീസും ഒക്കെ ഉള്ളത്, അങ്ങനെയുള്ള എല്ലാ അഡ്വൈസും തന്ന് അത് ഡെലിവറിയും അതിനുശേഷമുള്ള സർവീസും എല്ലാം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം റെഫർ ചെയ്യാറുണ്ട് ടു ഗോ വിത്ത് പിട്ടാപ്പള്ളി. അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയുള്ള ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സൈക്കിള് അവർ ടേക്ക് കെയർ ചെയ്യുമെന്ന് നമുക്കറിയാം. ആൾക്കാർ അതിനെ ട്രസ്റ്റ് ചെയ്യണതും ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള ഒരു ഫാമിലി റൺ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു റിലയബിലിറ്റി, ഒരു പേഴ്സണൽ കണക്റ്റും മറ്റും കൂടുതലായിരിക്കും ആസ് ഒപ്പോസ് ടു എ കോർപ്പറേറ്റ് ബ്രാൻഡ് വിച്ച് ഇസ് പ്രോബ്ലി എൻ എക്സിക്യൂട്ടീവ് ഓർ CEO ഡ്രിവൺ. അപ്പോൾ ആ ഒരു നാളെയും കാണുന്ന ഒരു സ്ഥാപനം എന്നുള്ളൊരു റിലേഷൻഷിപ്പാണ് ഒരുപക്ഷെ എനിക്ക് മനസ്സിൽ വരുന്നത്. 36 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന പിട്ടാപ്പള്ളി ഏജൻസീസിനും അതിൻ്റെ എംപ്ലോയീസിനും എൻ്റെ എല്ലാ ആശംസകളും.